ആരെങ്കിലും പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പറയേണ്ടവര് പറയുമ്പോൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മജ്‌ലിസിലിരിക്കുന്ന നിങ്ങളിൽ ചിലരെ കുറിച്ചതാ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചിലരെ കുറിച്ച് അല്ലാഹുവേ അവിടുന്ന് സ്വാഗതം പറയുകയാ, വാഴ്ത്തുകയാ, പുകഴ്ത്തുകയാ. നിങ്ങൾക്ക് സന്തോഷ വാർത്ത പറയുകയാണ്. ആരാ പറയുന്നതെന്നറിയുമോ? കമ്മിറ്റിക്കാരല്ല, സംഘാടകരല്ല, പ്രായമുള്ളവരല്ല, പള്ളിയിലെ ഇമാമല്ല, ഉസ്താദന്മാരല്ല, തങ്ങന്മാരല്ല. പിന്നെ നിങ്ങളെ കുറിച്ച് വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതാരെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് നിങ്ങളെ കുറിച്ച് സ്വാഗതം പറയുകയാ. നിങ്ങളെ അല്ലാഹു വാഴ്ത്തുകയാണ്, നിങ്ങളെ അല്ലാഹു പുകഴ്ത്തുകയാണ്. ഈ മജ്‌ലിസിലിരിക്കുന്ന ചിലരെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ അവിടുന്ന് വാഴ്ത്തുകയാണ്, അവർക്ക് സന്തോഷ വാർത്ത പറയുകയാ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഈ സദസ്സിലിരിക്കുന്ന ചിലരെ കുറിച്ച് പറയുകയാ. നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, നീ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നീ സ്വർഗത്തിലാണ്, സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ മനുഷ്യനാരാ? എവിടെയാ അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു പറയുകയാണ്, ഈ മജ്‌ലിസിലിരിക്കുന്ന ചിലരെ കുറിച്ച്, മജ്‌ലിസിലിരിക്കുന്ന ചിലരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നിങ്ങൾക്ക് സന്തോഷ വാർത്ത പറഞ്ഞു തരികയാ. അല്ലാഹു നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു തരികയാ. നിങ്ങളെ അല്ലാഹു വാഴ്ത്തുകയാണ്, നിങ്ങളെ അല്ലാഹു പുകഴ്ത്തുകയാണ്. നിങ്ങൾ സ്വർഗത്തിലാണെന്ന് അല്ലാഹു പറയുകയാണ്. ആരെ കുറിച്ചാ പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അവകാശി എന്ന് വിശേഷിപ്പിച്ച മനുഷ്യനാരാ? അവന്റെ പദവി എന്തെന്നറിയോ? ആ മനുഷ്യനെ പടച്ചവനെ ലോകത്തോട് യാത്ര പറയുന്ന സമയം ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയമുണ്ടല്ലോ. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് സ്വലാം പറയുകയാണ്, അവനെ സമാധാനിപ്പിക്കുകയാണ്, ആ മനുഷ്യന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്, ആ മനുഷ്യന് സ്വർഗത്തിന്റെ കവാടം തുറന്നു കാണിക്കുകയാണ്, പടച്ചവനെ സകാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ആ മനുഷ്യനോട് സന്തോഷ വാർത്ത പറഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു ഖുർആനിലൂടെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ മനുഷ്യനാരാ? അവന്റെ അടയാളം എന്തെന്നറിയോ? ആ മനുഷ്യന് 4 നല്ല സ്വഭാവം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം പറഞ്ഞ, സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞ ചില ആൾക്കാർ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിനകത്ത് പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ചിലര് അവര് സ്വർഗത്തിലാ, അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാ എന്ന് അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ എല്ലാവരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ മജ്‌ലിസിലിരിക്കുന്ന ചിലരെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അവരാരാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം 4 നല്ല സ്വഭാവം ഉണ്ടാകുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്ന ഈ 4 സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്തോ ഒരു മസിൽ പിടിച്ചിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ മസിലൊന്നും ഇട്ടെ. ഇങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു പക്ഷെ അത് ആ മസിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേപ്പാ. ഒന്ന് അടുത്തിരിക്കുമോ? എല്ലാവരും ഒന്ന് അടുത്തിരിക്കുമോ? മക്കളെയും കൂടെ നീങ്ങിരി മക്കളെ. അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഇടയിലെ വഴി വേണ്ടെന്നാ പറഞ്ഞ. ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. നമ്മൾ അടുത്തിരുന്നാൽ തന്നെ എല്ലാ പ്രശ്നവും തീർന്നു. അൽഹംദുലില്ലാ. അടുത്തടുത്തിരിക്കും. അൽഹംദുലില്ലാ. കയറിയിട്ടാ ചങ്ങായി. മാസ്ക് കൂരിയില്ലേടാ. കൊറോണ മരിച്ചിട്ട് എത്രയോ നാളായി. അവനെ വിട്ടേരാ, അവൻ്റെ പുറകിലോട്ട് വിട്ടേരാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് സ്വാഗതം പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം സ്വാഗതം പറയല. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നാട്ടിലുള്ള ചില ആൾക്കാരെയൊക്കെ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് വിളിക്കും. ഷർറാണെങ്കിലും വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് സ്വാഗതം പറയുമ്പോൾ പറയാറുണ്ട്, ഈ ഇരിക്കുന്ന മനുഷ്യൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്, പാവപ്പെട്ടവരുടെ പടത്തലയനാണ്, യതീമീങ്ങൾക്കും ഇങ്ങനൊക്കെ പൊക്കി ഇങ്ങനെ പറയാറുണ്ട്. ഈ പറയുന്നവനും അറിയാം, ഈ ഇരിക്കുന്നവനും അറിയാം, ഈ കേൾക്കുന്നവനും അറിയാം ഈ ഇരിക്കുന്നവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അറുത്ത കൈക്ക് പോലും ഉപ്പ് തേക്കാത്തവനായിരിക്കും ചിലപ്പോൾ. അവനെ ഇരുത്തിയിട്ടാ ഇങ്ങനെ പറയാ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഇന്നത്തെ സ്വാഗതം പറയൽ. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലടോ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെ കുറിച്ച്, നിങ്ങളിൽ ചിലരെ കുറിച്ച് അള്ളാഹു ഖുർആനിനകത്ത് സ്വാഗതം പറയുന്നുണ്ട്. മലക്കുകൾ നിങ്ങൾക്ക് സ്വാഗതം പറയും. അള്ളാഹു ഖുർആനിലൂടെ നിങ്ങളോട് സന്തോഷ വാർത്ത പറയുകയാ, നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ നബിതങ്ങൾ ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് അള്ളാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരാരാ? ഈ മജ്ലിസിൽ ഇരിക്കുന്നതിൽ ആരൊക്കെയാണുള്ളത്? അപ്പൊ അത് തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അവർക്ക് 4 സ്വഭാവമുണ്ടാകും. 4 നല്ല സ്വഭാവമുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം, ഈ പറയുന്ന 4 നല്ല സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ സന്തോഷ വാർത്ത പറഞ്ഞത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സ്വാഗതം പറഞ്ഞ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്താ? ആ മനുഷ്യനുള്ള ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഖുർആനിലൂടെ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന സന്തോഷ വാർത്ത പറഞ്ഞ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അവന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അവന് അല്ലാഹനെ വല്ലാത്ത പേടിയാടോ. പടച്ചറബിനെ അവന് വല്ലാത്ത ഭയമാണ്. അല്ലാഹ് എന്ന് കേൾക്കുന്നത് തന്നെ അവന് വല്ലാത്ത പേടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യന്റെ അടയാളം പറയുമ്പോ ആരാണ് മുഅ്മിൻ എന്നറിയോ? ഒരു മുഅ്മിനിന്റെ അടയാളം പറയുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, യാ അയ്യുഹൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ
തുലിയത് അലൈഹിം ആയാതുഹു. പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, നരകത്തെക്കുറിച്ച് പറഞ്ഞാലും പരലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരു ഭയമില്ലല്ലോ, നമുക്കൊരു പേടിയില്ലല്ലോ. പടച്ചവനെ അല്ലാഹുവേ, മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭയപ്പെടുന്ന എത്ര പേരാ ഉള്ളത്? എന്തിനാ സഹോദരാ? പടച്ചവനെ, ഖബർ കാണുന്നവരാ, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുഴിക്കുന്ന മനുഷ്യൻ പോലും മുണ്ടുമടക്കി കുത്തി വീടിയും വലിച്ച തമാശ. ഖബറിനകത്ത് ഇറങ്ങുന്നവനും ആ ചിന്തയില്ല, പലക നിരത്തുന്നവനും ആ ചിന്തയില്ല, മണ്ണ് വാരിയിടുന്നവനും ആ ചിന്തയില്ല, ആ ഖബറിന്റെ ചാരത്ത് പോകുന്നവനും ആ ചിന്തയില്ല. പടച്ചവനെ, തമാശ പറയും. അവന് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ കഴിക്കുവാനോ കുടിക്കുവാനോ ഒരു മനുഷ്യന് കഴിയില്ല എന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, നമ്മളിൽ ആർക്കാ അള്ളാനെ പേടിയുള്ളത്? നമ്മളിൽ ആർക്കാടോ അള്ളാനെ പേടിയുള്ളത്? അള്ളാനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കില്ലായിരുന്നല്ലോ. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ രോഗം പിടിച്ച പ്രായമുള്ള വാപ്പ നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ വേച്ച് നടന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് കണ്ടാൽ പടച്ചവനെ കേറാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നോ? പടച്ചവനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയടോ. ഇന്ന് അല്ലാഹുവിനെ പേടിയില്ലടോ. വലിക്കാൻ പോലും പണ്ടുള്ളവർ ഭയന്നിരുന്നടോ. പടച്ചവനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വലിക്കാറില്ലായിരുന്നല്ലോ. പടച്ചവനെ, തെറ്റ് ചെയ്യാൻ ഇന്ന് ഉമ്മത്തിന് പേടിയില്ല. പണ്ട് നമുക്കൊരു വീടി വലിക്കാൻ പേടിയാ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പേടിയാ, പരസ്യമായി നിന്ന് ചെയ്യാൻ പേടിയാ, ഒളിച്ചും പാത്തുമായിരുന്നു പണ്ടൊക്കെ തെറ്റുകൾ ചെയ്യുന്നത്. ഇന്ന് കള്ളു കുടിക്കുവാനും വ്യഭിചരിക്കുവാനും പലിശ തിന്നുവാനും എന്ത് വൃത്തികേടുകൾ കാണിക്കുവാനും മനുഷ്യന് പേടിയില്ലാതായിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം, അല്ലെങ്കിൽ ഒരു 15 തരങ്ങളെ ഇപ്പോഴോ കള്ളും കുടിച്ച് നടക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പള്ളി വരൂലേ? ഇപ്പൊ പള്ളി വരൂലേ? കള്ളു കുടിക്കുന്നവനും വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പള്ളിയിൽ വരും. അതാ, അവൻ നിസ്കരിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും. പേടിയില്ല തെറ്റ് ചെയ്യാൻ. വൻപാപമാണ്, വലിയ പാപമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയം നഷ്ടപ്പെട്ടു പോകുന്നു. വ്യഭിചാരം, പണ്ട് വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, ഇപ്പം വ്യഭിചരിക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് പലിശ കച്ചവടം നടത്തുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശ കൊടുക്കുന്നവൻ പള്ളി കയറാറില്ല. ഇപ്പൊ പലിശയുള്ളവൻ പള്ളിക്കകത്ത് കയറുന്ന കാലം. ഇപ്പൊ പലിശ കച്ചവടക്കാരൻ പള്ളിക്കകത്ത് വന്ന് ഒന്നാമത്തെ സഫിലിരിക്കുന്ന കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഖതീബ് ഉസ്താദ് ദുആ ചെയ്യാറുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്ക് വേണ്ടിയാ അല്ലാഹ് ഇത് ചെയ്യുന്നത് എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാർ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ആരുടെയും ആമീൻ പറയുന്ന ശബ്ദമൊന്നും ഇപ്പൊ പള്ളി കേൾക്കത്തില്ലടോ. അതൊക്കെ ജനറൽ ബോഡിയിലോ പൊതുയോഗത്തിലൊക്കെ വരണം. ഉസ്താദന്മാർക്ക് തന്നെ തോന്നാറുണ്ട്, പടച്ചോനെ ഞാൻ ആർക്ക് വേണ്ടിയാ ഈ ദുആ ചെയ്യുന്ന? കാരണം സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും. പടച്ചോനെ ഇലയിട്ടാൽ മാത്രം മതി. എത്ര പേരാ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുന്നത്? ദുആ ചെയ്യുന്ന സമയത്ത് 2 കൈ പോലും ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യന്മാര്. എന്റെ പ്രിയപ്പെട്ടവരെയും, ദുആയ്ക്ക് ആമീൻ പറയാൻ ആളെ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടൊരു പള്ളിയിൽ ജോലിക്ക് കയറി. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പള്ളിയിൽ ജോലിക്ക് കയറിയ സമയത്ത് എന്നെ ഒരു വീട്ടിൽ ദുആ ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയി. ഒരു വീട്ടിലേക്ക് ഞാൻ യാദർശികമായി ദുആ ചെയ്യാൻ വേണ്ടി പോയപ്പോ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഉസ്താദ് പറഞ്ഞു, കാക്ക ദുആ ചെയ്യാൻ പോകുന്ന എല്ലാവരും വരാൻ, ദുആ ചെയ്യാൻ പോവാ എല്ലാവരും വരാൻ. ആരും വരുന്നില്ല സഹോദര. എല്ലാവരും ഇങ്ങനെ നടക്കുക. 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ടും ആരും വരുന്നില്ല. ഉസ്താദ് ദുആ ചെയ്തോ, ഉസ്താദ് ദുആ ചെയ്തോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനപ്പോ മനസ്സിൽ വിചാരിച്ചു, പടച്ചവനെ ദുആ ചെയ്യുമ്പോൾ ആരും വരുന്നില്ല, ഞാൻ എന്ത് ചെയ്തു? ഒരു യാസീൻ ഓതിയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പടച്ചവനെ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണേ അല്ലാ.
കാരണം വേറെ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞു പടച്ചോനെ, എന്നാ അവരെല്ലാം ഇങ്ങനെ നടക്ക. ഞാൻ പറഞ്ഞു പടച്ചോൻ, അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ നോക്കി. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുത്തേക്കാൻ. കാരണം മക്കൾക്കൊന്നും വേണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ല, ഒരു അനുഭവം. ഇതുപോലെയാ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുന്ന സമയം ആമീൻ കേൾക്കാറില്ലടോ പള്ളിക്കകത്ത്. എന്തോ അങ്ങനെ ഒരു ദിവസം ഉസ്താദ് ദുആ ചെയ്യുമ്പോ പള്ളിക്കകത്ത് ഒരു ആമീൻ കേൾക്കുന്നുണ്ട്. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ലാഹ് ഇത്? ആരാ പടച്ചവനെ ഈ പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയുന്നത്? ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് ഒരു സഹോദരൻ 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആമീൻ പറയുന്നുണ്ട്. ഉസ്താദിന് ഉഷാറായി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഉസ്താദ് ദുആ ചെയ്യുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ആമീനിന്റെ ശബ്ദവും കൂടുന്നുണ്ട്. അങ്ങനെ ആമീനിന്റെ ശബ്ദം ഇങ്ങനെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കണ വാപ്പാമാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരാ അല്ലാഹ് ഇത് പതിവില്ലാതെ പള്ളിയിൽ ആമീൻ പറയണേ. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ് ഈ ആമീൻ പറയുന്ന സഹോദരനെ നല്ലതുപോലെ ഒന്ന് നോക്കി. 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമീൻ പറയുന്ന സഹോദരന്റെ പോക്കറ്റിന്റെ അകത്ത് നോക്കുമ്പോ കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ, കാരുണ്യ ഓണ ബമ്പർ, ലോട്ടറിയും പോക്കറ്റിൽ വെച്ചിട്ടാ ഇവൻ ആമീൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പള്ളിക്കകത്ത് നടക്കുന്ന ഇന്നത്തെ അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതും വെച്ചുകൊണ്ട് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ വരുന്ന കാലം പള്ളിയിലെ ഖത്തീബ് ഉസ്താദിന് കള്ളുകുടിയും വ്യഭിചാരവും പലിശയൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ? ഉസ്താദിന് പ്രസംഗിക്കാൻ പറ്റത്തില്ലടോ. കാരണം ഉസ്താദ് പ്രസംഗിച്ചാൽ, കള്ളുകുടിയെ കുറിച്ച് ഉസ്താദ് പ്രസംഗിച്ചാൽ പള്ളിക്കകത്തിരിക്കുമ്പോ പറയാം, അളിയ ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന്. കാരണം എല്ലാം പള്ളിക്കകത്ത് തന്നെ ഉണ്ട്. വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വരുമ്പോ പള്ളിക്കകത്ത് കള്ളുകുടിക്കുന്നവനുമുണ്ട്, കഞ്ചാവടിക്കുന്നവനുമുണ്ട്, വ്യഭിചരിക്കുന്നവനുമുണ്ട്, പലിശക്കാരനുമുണ്ട്. എല്ലാവരും പള്ളിക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും മനുഷ്യന് നന്മയും ചെയ്യും തിന്മയും ചെയ്യും. തിന്മ ചെയ്യാൻ പേടിയില്ല. പേടി നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അങ്ങ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ പേടിയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ, പണ്ട് ഒരു വഖത്ത് നിസ്കാരം മുടക്കിയാൽ വല്ലാത്ത വേദനയായിരുന്നു. ഇന്നതൊക്കെ മാറിയല്ലോ. പടച്ചവനെ, പണ്ട് പാപം ചെയ്യാൻ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് തെറ്റ് ചെയ്യാൻ എളുപ്പമാണോ? ഇന്ന് പാപം ചെയ്യാൻ എളുപ്പമാണ്. പടച്ചവനെ, സാഹചര്യം അങ്ങനെയാണ്. പണ്ട് ബീവറേജിന്റെ മുമ്പിൽ വൈകുന്നേരം ജോലി ചെയ്തിട്ട് വരുന്ന പാപങ്ങൾ ഇങ്ങനെ കറങ്ങി നിൽക്കും. എന്നിട്ട് കൂട്ടുകാര് വരുമ്പോ ഷെയറിട്ടിട്ട് ഒരു കുപ്പി കള്ളു വാങ്ങിച്ചു കുടിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് കള്ളു കുടിക്കണമെങ്കിൽ പണം വേണ്ട, കഞ്ചാവടിക്കണമെങ്കിൽ ഇന്ന് പണം വേണ്ട. പടച്ചവനെ, ഫ്രീ ആയിട്ട് വാങ്ങിത്തരാൻ ആളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എടോ നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ടോ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു സ്വർഗം. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ട്, ഒരാൾക്ക് 2 സ്വർഗമുണ്ട്. ആർക്കാണ് അല്ലാഹു 2 സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞത്? പള്ളി കെട്ടിക്കൊടുത്തവനല്ല, ഹജ്ജ് ചെയ്തവനല്ല, പാപങ്ങളെ സഹായിച്ചവനല്ല, പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ഹാഫിദിനല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിൽ പോയി ഷഹീദായ ശുഹദായിനല്ല. അല്ലാഹു പറയുന്ന ഒരാൾക്ക് 2 സ്വർഗം ഞാൻ തരാം. ആർക്കാണ് അല്ലാഹു 2 സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
എടാ തെറ്റ് ചെയ്യാൻ നിനക്ക് അവസരം കിട്ടി. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് കള്ള് തന്നിട്ട് പറയുന്ന കുടിക്കാര്, കഞ്ചാവ് തന്നിട്ട് പറയുന്ന വലിക്കാര്, നീയാണാണോടാ നീയാണാണോടാ നിനക്ക് നട്ടല്ലില്ലേടാ എടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പടച്ചവനെ കള്ളുകുപ്പിയും ബിയറുകുപ്പിയും നിന്റെ കയ്യിലെടുത്തിട്ട് ഒരു മുടക്കൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവര് മുഴുവനും നിന്നെ നിർബന്ധിക്കുകയാണ്. അവര് കളിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. പടച്ചവനെ ആരും കാണാതെ സാഹചര്യം നിനക്കൊരുക്കിയിട്ട് നിന്റെ കയ്യിലേക്ക് അവര് പിടിപ്പിക്കുമ്പോ നീ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. പടച്ചവനെ കള്ള് കുടിക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ നബിതങ്ങള് പറഞ്ഞിട്ടുണ്ട്, ആരുടെയെങ്കിലും തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയാൽ അവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവന് കടന്നു പോകില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാൽ ഞാൻ എന്റെ കൈ കൊണ്ട് പോലും ഇത് ഞാൻ തൊടില്ലടാ, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ ചെറുപ്പക്കാരാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ, ഇത് വ്യഭിചാരമാ, ഇത് വ്യഭിചാരമാ. പറയാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, പടച്ചവനെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജകുമാരി ഉണ്ടല്ലോ, അണിഞ്ഞുരുങ്ങിയിട്ട് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടച്ചിട്ട് സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുമോ യൂസുഫേ? ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ, ഈ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും അറിയില്ല യൂസുഫേ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരിയായ പെണ്ണ് യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്താ? ഖാല മഅദല്ലാഹ് സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പടച്ചവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം അതാ ഇറങ്ങി ഓടുകയാണ്. വാതില് തുറന്ന് ഇറങ്ങി ഓടാ നോക്കുമ്പോ സുലൈഖ കേറിയങ്ങ് പിടിക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കമീസ് വലിച്ചു കീറുകയാണ്. അവസാനം തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് സുലൈഖ യൂസുഫിനെ പിടിച്ച് ജയിലറയ്ക്കകത്ത് കൊല്ലങ്ങളോളം അടച്ചിടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ജയിലറയ്ക്കകത്തിട്ട് പ്രതികാരം ചെയ്ത ഈ സുലൈഖാനെ നിനക്കറിയുമോ മോളെ? വർഷങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി, ജയിൽ മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ, അല്ലാഹു ഹൃദയത്തിനകത്ത് കേറിക്കഴിഞ്ഞാൽ അല്ല കേറിയാ പേടിയാടോ, അല്ല കേറിയാ പേടിയാടോ, തെറ്റ് ചെയ്യാൻ അവന് ഭയമാടോ.
പടച്ചവനെ അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാനെ വിവാഹം കഴിച്ചു. പക്ഷേ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ സഹകരിക്കുന്നില്ല, അവിടുന്ന് വലിയ ഇഷ്ടം കാണിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ നിനക്കെന്തു പറ്റി സുലൈഖ, നിനക്കെന്തു പറ്റി സുലൈഖ? അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളല്ലേ സുലൈഖ, ഇന്ന് ഹലാലാ, ഞാൻ നിന്റെ ഭർത്താവാ, നീ എന്റെ ഭാര്യ, നമുക്കെന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്തേ മാറി നിൽക്കുന്നത്, എന്തേ സഹകരിക്കാത്തത്? യൂസുഫ് നബി ചോദിക്കുമ്പോ സുലൈഖ പറഞ്ഞ മറുപടി, യൂസുഫേ അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ യൂസുഫേ, ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് നീയല്ല, നിന്നോടുള്ള പ്രണയമല്ല, നിന്നോടുള്ള ആഗ്രഹമല്ല. ഈ സുലൈഖയുടെ ഹൃദയത്തിനകത്ത് ഇന്ന് ആരാണെന്നറിയോ? അള്ളയാണ് യൂസുഫേ. പടച്ചവനെ അല്ലാഹു കേറിയാൽ എങ്ങനെയാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ ഫ്രണ്ട്ഷിപ്പ് വേറെയാണ്. മോളെ, എന്റെ ശരീരത്ത് തുടരുത്, ശരീരത്ത് തുടരുത്, ഇത് വ്യഭിചാരമാ, ഇത് വൻപാപമാ. നിനക്ക് പറയാൻ കഴിഞ്ഞ വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്നവരെ കള്ളുകുപ്പി കയ്യിൽ തന്നിട്ട് കുടിക്കാൻ നിർബന്ധിക്കുമ്പോ ഞാൻ കുടിക്കില്ലടാ, ഞാൻ കുടിക്കില്ലടാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞ നിനക്ക് രണ്ട് സ്വർഗം അല്ലാഹു തരുമെന്ന് മഹാനായ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളൊരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഓതുകയാ. ഏത് ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തെന്നറിയോ? ഉമർ തങ്ങൾക്കൊരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ പണമുള്ളത് കൊണ്ടല്ല, സൗന്ദര്യം കൂടിയത് കൊണ്ടല്ല, ഇവിടത്തെ ഏറ്റവും വലിയ കുടുംബക്കാരന്റെ മകനായത് കൊണ്ടല്ല, പിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാർ ഇമാമിന് വല്ലാത്ത ഇഷ്ടമാടോ. ഇതുപോലെ ഉമർ തങ്ങളും ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്നറിയോ? കടത്തിണ്ണയിൽ ഇരിക്കുന്നവനല്ല, റോഡിന്റെ പോസ്റ്റിൽ ഇരിക്കുന്നവനല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഒരു നേരമല്ല 5 നേരവും പള്ളിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾ അവനെ ഇഷ്ടപ്പെട്ടു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. ഈ ചെറുപ്പക്കാരന് ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇരുട്ടുള്ള ഇടവഴിയിലൂടെ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്, ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്. എന്ത് ചെയ്തിട്ടും ഇവനങ്ങ് സമ്മതിക്കുന്നില്ല. ഈ പെണ്ണ് വന്ന് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരുമ്പോ
ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ ഈ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ഈ പെണ്ണ് ഓടി ചെല്ലുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്, ചുടുചുംബനം കൊടുക്കുകയാണ്. ചെറുപ്പക്കാരാ, ആരുമില്ലാത്ത ഇരുട്ടുള്ള ഇടവഴിയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുവോ? ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്തിട്ട് യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തേ റബ്ബേ, എന്തിനാണ് കരഞ്ഞതെന്നറിയോ? അല്ലാ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, എന്റെ ശരീരത്തൊരു പെണ്ണു തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് വീണടാ ചെറുപ്പക്കാരാ, നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീടുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാണ്, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം യാത്രക്കാരി ചെറുപ്പക്കാരനെ കണ്ടു. അവിടെന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. ഉപ്പാടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവച്ചു. ബോധം വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ, എന്താണ് സംഭവിച്ചത്? കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ശരീരത്തൊരു പെണ്ണ് പിടിച്ചു വാപ്പാ, എന്നെ ഒരു പെണ്ണ് ചുംബിച്ചു വാപ്പാ. ഇനി എന്റെ അമലുകൾ സ്വീകരിക്കില്ലല്ലോ, ഞാനിനി നരകത്തിലാണല്ലോ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഇനി എങ്ങനെ പോകും വാപ്പാ? പൊന്നാര മകനെ വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായടോ, ഇവൻ മരിച്ചു പോകുമെന്ന് പേടിയായടോ. വാപ്പ പറഞ്ഞു, ഇല്ല മോനെ, എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ മോൻ അല്ലാഹുവിനെ പേടിയുള്ളവനാ, ആ പെണ്ണ് ഇങ്ങോട്ട് കയറി പിടിച്ചതാണ്, എന്റെ പൊന്നുമോനൊന്നും ചെയ്തിട്ടില്ല. എന്തു പറഞ്ഞിട്ടും മകൻ അവിടെന്ന് സമ്മതിക്കുന്നില്ല. അവസാനം പറഞ്ഞു, വാപ്പാ, ഖലീഫ ഉമർ തങ്ങളോട് ചെന്നിട്ട് മസല ചോദിക്ക്. പിതാവ് പോകുകയാണ് തന്റെ പൊന്നാര മകന്റെ കാര്യത്തെ കുറിച്ച് മസല ചോദിക്കാൻ. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, അവൻ തെറ്റുകാരനല്ല. ഉമർ തങ്ങൾ പറയുമ്പോ പിതാവിന് വലിയ സമാധാനമായി തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു കിടക്കുന്ന മകന്റെ ജനാസയാ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പടച്ചവനെ, തെറ്റ് ചെയ്തില്ല, പക്ഷേ ഒരു പെണ്ണെന്നെ തൊട്ടുപോയല്ലോ അല്ലാ, ഞാൻ പാപിയായി പോയല്ലോ അല്ലാ എന്ന് പേടിച്ച് പേടിച്ചവിടെന്ന് മരിച്ചു പോയടോ. ഈ ചെറുപ്പക്കാരന്റെ ജനാസ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവന്റെ കബറിന്റെ തലയുടെ ഭാഗത്ത് ഉമർ തങ്ങൾ ഇരുന്നിട്ട് ഓതുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 2 സ്വർഗമാടാ ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ, നിനക്ക് 2 സ്വർഗമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.